ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് അർജുൻ കല്യാട് തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ, ഇന്നലെ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്, കൂട്ടിരിക്കുകയായിരുന്നു നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇന്നും നമ്മൾ ആ പ്രവൃത്തി തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഉറങ്ങാനാകില്ല, വയനാടിൻ്റെ മുറിവ് ഉണങ്ങുന്നത് വരെ. അങ്ങനെയൊന്നും ഉണങ്ങുന്ന ഒരു മുറിവല്ല കേരളത്തിനും വയനാടിനും ഉണ്ടായിരിക്കുന്നത്. ആ മുറിവ് ഉണങ്ങുന്നത് വരെ നമ്മൾ അവർക്കൊപ്പം കൂട്ടിരിക്കാൻ, അവരെ ആശ്വസിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ക്യാമ്പുകളിലെ സജ്ജീകരണങ്ങൾ എത്രത്തോളമുണ്ട്? ഇപ്പോൾ കൂടുതൽ ആളുകൾ വന്ന സാഹചര്യത്തിൽ സർക്കാർ എല്ലാവർക്കുമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും എല്ലാ ക്യാമ്പുകളിലും അവസ്ഥ എന്താണ് പൊതുവിൽ? ഇപ്പോൾ ഏത് ക്യാമ്പിലാണ് അർജുൻ ഉള്ളത്? ബിനിലെ മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലാണ് നമ്മളുള്ളത്. ഇന്നലെ രാത്രി തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നമ്മൾ പാതിരാത്രിയോളം തന്നെ ഏകദേശം പുലർച്ചെ വരെ ഈ ക്യാമ്പ് വളരെ സജീവമായിരുന്നു. അതിനുശേഷം എല്ലാവരും ഉറങ്ങുന്നതിന് വേണ്ടി എന്ന രീതിയിൽ റൂമിലേക്ക് പോയി. പക്ഷേ ആർക്കും തന്നെ ഉറക്കമുണ്ടായിരുന്നില്ല. എല്ലാവരും പുറത്തേക്കിറങ്ങി അവരുടെ ബന്ധുക്കളെയും ഉറ്റവരെയും തേടുന്ന ഒരു വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ളത്. ഇപ്പോഴും ഇവിടെ നിരവധിയായിട്ടുള്ള സഹായങ്ങൾ ഒരു ഭാഗത്തേക്ക് ഇവിടത്തേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. മറുഭാഗത്ത് ഭക്ഷണത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി. അവർ ഭക്ഷണം ഒരു ഭാഗത്ത് നൽകിക്കൊണ്ടേയിരിക്കുന്നു. മറുഭാഗത്ത് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ എത്തുന്നത് ഇവിടെ ക്യാമ്പിൽ കഴിയുന്നവർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു കുടുംബം കൂടി ചേരുകയാണ്. ഇവർ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നിരവധിയായിട്ടുള്ള മൃതദേഹങ്ങൾ ഈ ചാലിയാറിലൂടെ ഒഴുകിയെത്തിയിരുന്നുവെന്ന് അറിയിച്ചിരുന്നു. ഇവരുടെ ബന്ധുക്കൾ, അതായത് ചൂരൽമലയിലുള്ള ചിന്ന എന്ന് പറയുന്ന 80 വയസ്സുള്ള ഒരു വയോധികയുടെ മൃതദേഹം അവിടെ ഇവരുടെ ബന്ധുക്കൾ പോയി തിരിച്ചറിഞ്ഞതാണ്. ഇന്ന് അവിടെയുള്ള മൃതദേഹങ്ങളെല്ലാം ഇവിടത്തേക്ക് എത്തിക്കും, പൂർണ്ണമായും എല്ലാ മൃതദേഹങ്ങളും എത്തിക്കുമെന്നുള്ള കാര്യമായിരുന്നു ഇവർക്ക് അറിയിപ്പായി ലഭിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ തന്നെ ഈ കുടുംബം ഇവിടത്തേക്ക് എത്തിയതായിരുന്നു. ഈ ക്യാമ്പിൽ തുടരുകയായിരുന്നു. പക്ഷേ ഇപ്പോഴും ഇവരുടെ മൃതദേഹം, അതായത് ഈ 80 വയസ്സുള്ള ചിന്ന എന്ന് പറയുന്ന 56 ഫ്രീസറിൽ അവിടെ നിൽക്കുന്ന തിരിച്ചറിഞ്ഞ മൃതദേഹം ഇപ്പോഴും ഇവിടത്തേക്ക് എത്തിയിട്ടില്ല. അതിലൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ഇന്ന് മൃതദേഹങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമോ എന്നുള്ള കാര്യത്തിലും ഒരു ആശയ വ്യക്തതയില്ല. ആ കുടുംബം ഇപ്പോൾ നമ്മളോട് ചേരുകയാണ്. എന്താണ് നിങ്ങളുടെ ഞങ്ങൾ ഒരു 10 മണി തൊട്ടിട്ട് ഇവിടെ, കാരണം ഇന്നലെ നമ്മുടെ ഈ ചിന്ന എന്ന് പറയുന്ന നമ്മുടെ മാമീൻ്റെ ആങ്ങളേനെ ഇവിടെ കിട്ടി, അത് ദയിപ്പിച്ച് കാര്യങ്ങൾ കഴിഞ്ഞാണ്. അപ്പോൾ അവിടെ ഈ നമ്മുടെ മാമീനെ അവിടുന്ന് നിലമ്പൂർ ഇതിൽ നിന്ന് കിട്ടി, അവിടുന്ന് ഐഡൻറ്റിഫൈ സ്ഥിരീകരിച്ചാണ്. അപ്പോൾ ഇങ്ങോട്ട് വരും എന്നുള്ളൊരു ഇതിലാണ് ഇത്രയും ഞങ്ങളുടെ ഫാമിലി മൊത്തം ഇവിടെ നിൽക്കുന്നത്. ഇന്ന് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് 8-10 ആംബുലൻസുകൾ 3 പ്രാവശ്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും വന്നില്ല. ഇന്ന് വരുമോ അതോ ഇനി നാളത്തേക്ക് ദൗത്യം മാറ്റി വെച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സ്ഥിരീകരണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ മക്കളും ഇത്രയും ഫാമിലികൾ മൊത്തം ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ ഒരു 10-20-25 ആൾക്കാരുണ്ട്. 56 നമ്പർ ഉള്ളത്, ഫ്രീസർ നമ്പർ. അപ്പോൾ ആ ഫ്രീസർ നമ്പർ ഞങ്ങൾ വരുന്ന വണ്ടിയൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഇതുവരെ ആയിട്ടും 26 ഫ്രീസർ നമ്പർ ഇതുവരെ വന്നിട്ടില്ല. ഇനി 56 ഫ്രീസർ നമ്പർ ഇതുവരെ വന്നില്ല. ഇനി എന്താണ് സ്ഥിതി എന്നുള്ളത് ഞങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ട്. ഇന്ന് വരുന്നുണ്ടോ ഇല്ല എന്നുള്ളൊരു സ്ഥിരീകരണം ഔദ്യോഗികമായിട്ട് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ, ഇനി നാളെയാണോ ഈ വരുന്നതെന്നുള്ളൊരു സ്ഥിരീകരണം ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഞങ്ങൾ ഇത്രയും ഫാമിലിയോടെ ഇനി കാത്തു നിൽക്കണോ വേണ്ടയോ ഈ രാത്രി എന്നുള്ളൊരു നിങ്ങൾക്ക് ആദ്യം അറിയിപ്പ് ലഭിച്ചിരുന്നത് ഇന്ന് അവിടെയുള്ള ഇന്ന് തന്നെ എത്തും എന്നുള്ളതാണ്. ആ സ്ഥിരീകരിച്ച ആൾക്കാർ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടുമുണ്ട്. അപ്പോൾ ബാക്കി അവിടുന്ന് ആംബുലൻസിൽ വരും എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് കിട്ടിയോണ്ടാണ് ഇത്രയും ഫാമിലി ഞങ്ങളിവിടെ നിൽക്കുന്നത്. ചിന്നയുടെ മകൻ ഉണ്ട്, അതായത് ഇവരുടെ മാമൻ്റെ കൂടെ ആയിരുന്നു ഈ ചിന്ന എന്ന് പറയുന്ന ഇവരുടെ അമ്മ താമസിച്ചുകൊണ്ടിരുന്നത്. ആ മാമൻ്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ലഭിച്ചു. അതിനുശേഷം ഈ ഇവരുടെ മാമൻ്റെ ഭാര്യയും അവരുടെ മകളും അവരുടെ മകൻ്റെയും മൃതദേഹം ഇപ്പോഴും ലഭിക്കാൻ ബാക്കിയുണ്ട്. അന്ന് ഇവരെ അമ്മ ഈ മാമൻ്റെ കൂടെയായിരുന്നു. അന്ന് ഉരുൾപൊട്ടണ അന്ന് മാമൻ്റെ കൂടെയായിരുന്നു. അത് അമ്മേൻ്റെ ആങ്ങളേൻ്റെ കൂടെയാണ് എൻ്റെ അമ്മ ഉണ്ടായിരുന്നത്. ഞാൻ കമ്പളക്കാട് താമസിക്കുന്നത്. ഞാനന്ന് നല്ല മഴയ കാരണം അങ്ങ് വീട്ടിലേക്ക് വിളിച്ചു. അമ്മയ്ക്ക് വരാൻ, നല്ല ഇടിയും മഴയും കാറ്റുകളുകൊണ്ട് അമ്മയ്ക്ക് അങ്ങോട്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മാമൻ്റെ വീട്ടിൽ പോയി താമസിക്കാം, രാവിലെ അങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസമാണ് ഇത് സംഭവിക്കുന്നത്.
ഈ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കൊരു കാര്യം ചെയ്യാം. പിന്നിൽ നമുക്കൊരു നമ്മുടെ പ്രതിനിധി അവിടെ നിലമ്പൂരിലുണ്ട്, സിനോജ് തോമസിനെ നമുക്ക് ഒന്ന് ലൈവായി തന്നെ ബന്ധപ്പെട്ട ഈ 56-ാം നമ്പർ ഫ്രീസറിലാണ് ചിന്ന എന്നുള്ളതാണ് അവരുടെ പേര്. 80 വയസ്സാണ്. അവരുടെ മൃതദേഹം നിലമ്പൂരിൽ നിന്ന് ഇന്ന് കൊണ്ടുവരുമോ അല്ലെങ്കിൽ നാളെ മാത്രമാണോ അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളൊരു കൃത്യമായ തോതിൽ വിവരം കൊടുക്കാൻ വേണ്ടി കഴിയുമെങ്കിൽ നമുക്ക് ആ കാര്യം ചെയ്യാവുന്നതാണ്. ബിനിൽ.